ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതമാണ്. യാക്കോബ് 1:5, ജെയിംസ് 1:5. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് നിങ്ങളോട് പറയുമ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു 90, 93, 83 93 വയസ്സ് പ്രായമുള്ള ഒരു നല്ല വാർദ്ധക്യത്തിൻ്റെ വേദന സഹിച്ച് കട്ടിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയാണ്. ആ മനുഷ്യൻ, ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളാണ്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ആളെ വിട്ട് വിളിപ്പിച്ചു. നല്ലൊരു കുടുംബമാണ്, നല്ലൊരു മനുഷ്യനാണ്, പരോപകാരിയാണ്, ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ ചെന്നു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് വേദനയോടെ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഒരു ദുഃഖം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്രയും 93 വയസ്സായി, അല്ലെങ്കിൽ 83, എത്ര കൃത്യം പറയാം, എന്തായാലും 83 അല്ലെങ്കിൽ ഇതിന് മുകളിലോ വയസ്സായി, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വലിയൊരു വേദനയാണ്, ആത്മാവിൻ്റെ ഒരു നൊമ്പരമാണ്. ഒരു ദുഃഖഭാരം അദ്ദേഹം ഇറക്കി വെച്ച് കരയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ ആ ആത്മാവിന് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഇത്രയും വർഷങ്ങൾ അധ്വാനിച്ചു, ഇത്രയും വർഷങ്ങൾ ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇഞ്ചോടിഞ്ച് ഞാൻ യുദ്ധം ചെയ്തു. എന്നാൽ ഇത് പോകുന്നില്ല. ഈ ബലഹീനത എന്നെ വിട്ടുപോകുന്നില്ല, ഈ തകർച്ച എന്നെ വിട്ടുപോകുന്നില്ല. ഈ ഒരു ദുരന്തം എന്നൊക്കെ തന്നെയാണ് പറയണത്. എന്ന് പറഞ്ഞാൽ അതൊരു ദുഃഖം, ജീവിതത്തിൻ്റെ ഒരു തകർച്ചയാണ്, ഒരു സ്വഭാവമാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ട് അല്ലേ? ആ സ്വഭാവം വിട്ടുപോകുന്നില്ല. ചിലർക്ക് ജഡികാസക്തിയായിരിക്കും, ചിലർക്ക് ദ്രവ്യാസക്തിയായിരിക്കും, പണം എന്നുള്ള ചിന്തയായിരിക്കും. വേറെ ചിലർക്ക് ഭയമായിരിക്കും, ഇനി ചിലർക്ക് സംശയരോഗമായിരിക്കും, ചിലർക്ക് ദൈവനിഷേധമായിരിക്കും, സംശയം, വിശ്വാസരാഹിത്യമായിരിക്കും, ചിലർക്ക് പലതരത്തിലുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സംസാരമായിരിക്കും, കുറ്റാരോപണം, പരദൂഷണം, പരിഹാസം, ഈ സ്വഭാവമായിരിക്കും. ചിലരുടെ അസൂയയായിരിക്കും, ചിലരുടെ അഹങ്കാരമായിരിക്കും. അപ്പോൾ അനേക തരത്തിലുള്ള ബലഹീനതകൾ മനുഷ്യനുണ്ട്. ഈ ബലഹീനതകൾ മിക്ക സമയങ്ങളിലും പാപത്തിൻ്റെ ഒരു വാതിലായി മാറുകയും ചെയ്യും. ഹ്യൂമൻ വീക്ക്നെസ്സസ് ആർ ഡോർസ് ദ സിൻഫുൾ ലൈഫ്. പാപജീവിതത്തിലേക്ക് ഒരു ഡോറായി അത് വർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ പറഞ്ഞാണ്, ഞാൻ ഇത്രയും കുമ്പസാരിച്ചിട്ട് എൻ്റെ ഈ വീക്ക്നെസ് മാറുന്നില്ല. കുമ്പസാരിക്കുമ്പോൾ പാപത്തിന് പാപക്ഷമ കിട്ടുന്നുണ്ട്, കുമ്പസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരുപാട് ആശ്വാസവും വിശുദ്ധിയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ വീക്ക്നെസ് മാറുന്നില്ല. ഇതാണ് സങ്കടം. എൻ്റെ വീക്ക്നെസ് ഇപ്പോഴും എന്നിലുണ്ട്. അന്ന് ഞാൻ അതിനെക്കുറിച്ചൊക്കെ പലതവണ ചിന്തിച്ചിരിക്കുന്ന വേറൊരു സമയത്ത് ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് വേറൊരാൾ പറയണത് കേട്ടപ്പോൾ എന്നെ സ്പർശിച്ചു. ആ മനുഷ്യൻ, ആ വാർദ്ധക്യത്തിലുള്ള മനുഷ്യൻ്റെ വിലാപം പോലെ എനിക്കത് തോന്നി. അത് 77-ാം സങ്കീർത്തനത്തിൽ 1 തൊട്ട് 10 വരെ വാക്യങ്ങളാണ്. ഒരു ആത്മാവിൻ്റെ സങ്കടമാണ്. 77-ാം Psalm 77 verses 1 to 10. ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ, എൻ്റെ ബലഹീനതകളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ബലഹീനതയിൽ, പാപത്തിൽ വീണു പോകുന്ന ഒരു ആത്മാവിൻ്റെ വേദനയാണ്. ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനാവുന്നില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു. കണ്ണ് ചിമ്മാൻ എനിക്ക് സാധിക്കുന്നില്ല, സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു.
രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു: കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഇത്രയും വയസ്സായി, 80-85 വയസ്സായി, എന്നിട്ട് ഈ വീക്ക്നെസ് മാറിയില്ല. കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളഞ്ഞുവോ? എന്നെ തള്ളിക്കളയുമോ? ഇനി എങ്ങനെ രക്ഷപ്പെടും? ഇനി എന്ന് രക്ഷപ്പെടും? ഇനി എന്ന് മാറ്റം ഉണ്ടാവും? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? എന്നിട്ട് ഈ ആത്മാവ് പറയുകയാണ്, എൻ്റെ ദൈവത്തെ കാണാത്തതാണ്, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഒരുപാട് പേരുടെ ആത്മാവിലുള്ള ഒരു സങ്കടമാണിത്. ഒരുപാട് പേരുടെ ആത്മാവിലുള്ള ഒരു സങ്കടമാണിത്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്തുകൊണ്ട് എൻ്റെ ഈ ഒരു തകർച്ചയിൽ, ഈ ഒരു ബലഹീനതയിൽ നിന്ന് എന്നെ ഉയർപ്പിക്കുന്നില്ല? എൻ്റെ ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. ദൈവം കരുണ കാണിക്കാൻ മറന്നുപോയോ? ദൈവം എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഞാൻ ഈ പാപത്തിൽ നശിക്കുമോ? ഈ ബലഹീനതയിൽ ഞാൻ നശിക്കുമോ? ഇങ്ങനെ ഈ ഞാൻ ആ മനുഷ്യൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയവേദന ഈ സങ്കീർത്തനത്തിൽ വന്നപ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ഇല്ലേ ചില ബലഹീനതകൾ? നമ്മുടെ ജീവിതത്തിലും ഇല്ലേ ചില കുറവുകൾ? നമ്മുടെ ജീവിതത്തിലും ഇല്ലേ ചില ആത്മീയ തകർച്ചകൾ? എത്ര നോക്കിയിട്ട് മാറിപ്പോകുന്നില്ല? എത്ര പരിശ്രമിച്ചിട്ടും ജയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. ഇതിൻ്റെ പേരാണ് ഹ്യൂമൻ വീക്ക്നെസ്സസ്. ഒരു വലിയ മേഖലയാണത്, ഹ്യൂമൻ വീക്ക്നെസ്സസ്, മാനുഷികമായ ബലഹീനതകൾ. ഈ മാനുഷിക ബലഹീനതയെക്കുറിച്ച് എന്താണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ആരും ഇതിനെക്കുറിച്ച് ടെൻഷൻ പിടിക്കണ്ട. ദൈവത്തിൻ്റെ വചനം പ്രവേശിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ബലഹീനതയോട് കൂടെ ജീവിക്കാനും പഠിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല. ഈ ബലഹീനതയോട് കൂടെ ജീവിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ് ഈ ബലഹീനതയോടുകൂടെ ജീവിക്കേണ്ടത് എന്ന് ഇപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 7 തൊട്ട് 9 വരെ തിരുലിഖിതങ്ങൾ. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായം 7 തൊട്ട് 9 വരെ തിരുലിഖിതങ്ങൾ. വെളിപാടുകളുടെ ആധിക്യത്താൽ, വെളിപാടില്ലാത്തവർക്ക് ബലഹീനത ഉണ്ടാവും. ഇവിടെ ഒരു ശ്ലീഹ പറയുകയാണ്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അത്യധികം അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് നൽകും. ഒരു വെളിപാടില്ലെങ്കിലും മുള്ളുണ്ടാവും, വെളിപാടുള്ളവർക്ക് മുള്ളുണ്ടാവും. ശരീരത്തിൽ ഒരു മുള്ള്, ചെറിയ കുട്ടികൾക്ക് മുള്ളുണ്ടാവും, 93 വയസ്സായവർക്ക് മുള്ളുണ്ടാവും. ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാചിൻ്റെ ഒരു ദൂതൻ. അത് ശരീരത്തിലുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ ചില ആളുകളും അങ്ങനെ ഉണ്ടാകാം. നമ്മൾക്ക് ഒരു മുള്ളു പോലെ ഒരു ആൾ സമൂഹത്തിൽ, കമ്മ്യൂണിറ്റിയിൽ പിശാചിൻ്റെ അല്ലെങ്കിൽ ഒരു ശരീരത്തിലൊരു മുള്ള്, അത് എന്നെ വിട്ടകലാൻ വേണ്ടി, അത് നമ്മുടെ ആവശ്യമാണ്. ഇയാളൊന്ന് മാറിയിരുന്നെങ്കിൽ, ഈ ഈ ഈ ഈ ഈ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ ജീവിതം എത്ര സ്വർഗ്ഗതുല്യമായേനെ, ഈ കമ്മ്യൂണിറ്റി എത്ര സ്വർഗ്ഗതുല്യമായേനെ, ഈ കുടുംബം എത്ര സ്വർഗ്ഗതുല്യമായേനെ, ഒന്നുമില്ലെങ്കിൽ എൻ്റെ ജീവിതമെങ്കിലും എത്രമാത്രം സന്തോഷപ്രദമായേനെ എന്ന് ചിലർ ചിന്തിക്കും. അത് വിട്ടകലാൻ വേണ്ടി ഞാൻ 3 തവണ പ്രാർത്ഥിച്ചു. അങ്ങനെ പെട്ടെന്നൊന്നും അത് വിട്ടുപോയില്ല. വിട്ടകലാൻ വേണ്ടി 3 തവണ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴോ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഇതിൻ്റെ കൂടെ ജീവിക്കുക എന്നാണ്. ഇതിൻ്റെ കൂടെ ജീവിക്കുക അല്ലാതെ വേറെ വഴിയില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, അതൊന്നും അങ്ങനെ എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി. അപ്പോൾ ഈ ബലഹീനതയോട് കൂടെ ജീവിക്കുന്നത് നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്.
ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ഇപ്പോൾ ബലഹീനത മാറണമെന്ന് പറയണില്ല. ഇപ്പം പൂർവാധികം സന്തോഷത്തോടെ ഈ ബലഹീനതയോടെ നടക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദം. എങ്ങനെയാണ് ബലഹീനതയോടുകൂടെ നടക്കുന്നത്? അത് ദൈവം അംഗീകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ബലഹീനതയോടുകൂടെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? അത് ദൈവം അംഗീകരിക്കുന്നുണ്ടോ? ഇത് നമ്മൾ തുടർന്നുള്ള കുറച്ച് സമയത്ത് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. വചനപ്രഘോഷകർക്കും ഉണ്ടാകും ധാരാളം ബലഹീനതകൾ, അല്ലേ? ആ സ്ലീഹന്മാർ 12 സ്ലീഹന്മാരെ കുറിച്ച് പറഞ്ഞാൽ എന്താ? അവരുടെ ഒരു ബലഹീനതയാണ് പെട്ടെന്ന് അവരുടെ ഹൃദയം കഠിനമാകും. ഈശോ മരിച്ചു, ഈശോ ഉത്ഥാനം ചെയ്തു, പക്ഷേ ഈശോയെ നേരിട്ട് കണ്ടവർ വന്ന് പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിച്ചില്ല. ഈശോ വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. മർക്കോസ് 16-14 തൊട്ട് 16 വരെ വാക്യങ്ങൾ. അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും കുറ്റപ്പെടുത്തി. എന്നിട്ട് ഉടനെ പറയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. അതായത് ഉയർത്തെഴുന്നേറ്റ് ഈശോ വന്ന് 12 പേർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു അവരെ അങ്ങോട്ട് ശകാരിക്കുകയാണ്. വിശ്വാസരാഹിത്യവും ഹൃദയകാഠിന്യം അവരുടെ ബലഹീനതയായിരുന്നത്. പെട്ടെന്ന് എല്ലാം മറക്കും, വേറെ അവസ്ഥയിലാവും. ഒരുപാട് ശുശ്രൂഷകരുടെ സ്ഥിതിയാണ്, പെട്ടെന്ന് അന്തരീക്ഷങ്ങൾ മാറും, എല്ലാം മറക്കും, വേറെ അവസ്ഥയാവും. ഒരുപാട് വൈദികരുടെ ധ്യാനം കൂടുന്ന വചനം കേന്ദ്രം വിട്ട് ആ റോഡിലേക്ക് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞ് എല്ലാം മറന്ന് വേറെ അവസ്ഥയാവും. വിശ്വാസരാഹിത്യത്തിലേക്ക് ഹൃദയ കാഠിന്യത്തിലേക്കും ആത്മീയ ജീവിതം നമ്മൾ വീണു പോകും. അപ്പോസ്തലന്മാർ വീണുപോയി. ഈശോ അവരെ ശകാരിച്ചു. പക്ഷേ അടുത്ത സെക്കൻഡ് എന്താ പറയണത്? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈശോ അവരെ ഈശോയുടെ തന്നെ പ്രതിനിധിയായിട്ട് അയക്കുകയാണ്. ഈശോയുടെ കൃപ അവർ വെളിപ്പെടാൻ വേണ്ടി ആ ബലഹീനതയോടുകൂടെ തന്നെ ഈശോ അവരെ അയക്കുകയാണ്. അവർക്ക് അനുതാപമൊക്കെ വന്നാലും ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ഹൃദയം കഠിനമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ പരിശുദ്ധാത്മാവ് നിരന്തരം സഹായിച്ച് അവരെ കർത്താവിനോട് ഐക്യപ്പെടുത്തി കൊണ്ടുപോകും. ദൈവത്തിൻ്റെ കൃപ അവരെ സഹായിച്ച് സ്വർഗത്തിലെത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് ഈ ബലഹീനതയോട് കൂടെ ജീവിക്കാൻ ദൈവം സാധാരണക്കാരെയും വിശ്വാസികളെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും എല്ലാവരെയും ദൈവം അനുവദിക്കും. ബലഹീനതയോട് കൂടെ ജീവിക്കാൻ ദൈവം അനുവദിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബലഹീനത ഇരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് പങ്കുവെക്കാം. ബലഹീനത വ്യക്തി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ്? ബലഹീനതകൾ നമ്മുടെ പ്രാർത്ഥന വിഷയമാക്കണം. ഒരു വ്യക്തി ബലഹീനത എഴുതിയാണ്. അപ്പോൾ ഞാൻ ഓർക്കണം, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യനുണ്ട്. ഒരു അക്ഷരം സ്റ്റേജ് വന്ന് പറയുകയില്ല, ഒരു അറിയിപ്പ് കൊടുക്കാൻ പോലും സാധിക്കില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ ആദ്യകാല സഹശുശ്രൂഷകനാണ്. ആദ്യകാലത്തൊരു 2-3 സഹശുശ്രൂഷകരുണ്ടായിരുന്നു. അതൊക്കെ ചെറുപ്പക്കാരാണ്, 18 വയസ്സ് 20 വയസ്സ് 25 വയസ്സൊക്കെ ഉള്ള ചെറിയ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു അറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ അവരൊന്നും കൊടുക്കുകയില്ല. അത് ഇനി പറഞ്ഞാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല പറയുക. ഒരു അരമണിക്കൂർ വചനം പ്രഘോഷിക്കാൻ പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയണമെന്ന് ഒരു ലക്കുമില്ല. അപ്പോൾ അവരുടെ ആ ഒരു എളിയ ശുശ്രൂഷകൻ, 18 വയസ്സ് 20 വയസ്സ് മറ്റേ ഉള്ളൂ, ആ ഒരു എളിയ ശുശ്രൂഷകൻ്റെ വിഷമം, എനിക്ക് ആളുകളെ കണ്ടാൽ പേടിയാണ്, എനിക്കൊന്നും പറയാൻ പറ്റണില്ല, എനിക്ക് വചനം പ്രഘോഷിക്കാൻ ആഗ്രഹമുണ്ട്, പേടിയാണ്, പറയാൻ പറ്റണില്ല. ഒരു ബലഹീനതയാണത്. അല്ലെങ്കിൽ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, വേറെ കാര്യങ്ങളാണ് പറഞ്ഞു വരിക. അവസാനം വരുമ്പോൾ ഉദ്ദേശിച്ചതൊന്നും ആയിരിക്കുകയല്ല പറയണത്. അതിനകത്ത് പേടി കയറി പലതും പറഞ്ഞു കൂട്ടും. ഞാൻ 2 തവണ കേട്ട പിന്നെ അയാളെ സ്റ്റേജിലേക്ക് വിടാറേയായി. അതുപോലെ അപ്പോൾ അദ്ദേഹം എല്ലാം തുറന്നു, എൻ്റെ അച്ഛൻ്റെ സ്ഥിതി ഇതാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ, ഇത് കൂടുതൽ എനിക്കൊന്നുമില്ല, എന്നെ വിടണ്ട, എനിക്ക് എൻ്റെ കൊണ്ട് ഇത്ര കഴിയുന്നുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, എന്നെ അച്ഛനെ അറിയാമല്ലോ, എൻ്റെ വയസ്സ് ഇത്ര 20 അല്ലെങ്കിൽ 22, എനിക്ക് ഇതേ കഴിവുള്ളൂ, എനിക്കൊന്നും പറയാനും കിട്ടിയല്ല, ഒരു സ്ഫുടതയില്ല, അക്ഷരസ്ഫുടതയില്ല, ഒന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, ഞാൻ അച്ഛനോട് സൂത്രം പറയട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വലിയ വചന പ്രഘോഷകനാകണം. ഇതെല്ലാം അതിനെതിരായിട്ടുള്ള സാഹചര്യമാണ് എല്ലാം ഉള്ളത്. ഒരു മൂഢത പിടിച്ച സ്വഭാവമാണ്. പക്ഷേ ആഗ്രഹം, എനിക്ക് നന്നായിട്ട് വചനം പ്രഘോഷിക്കണം. എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഇതുപോലെ തോന്നി. അവസ്ഥയൊന്ന്, ആഗ്രഹം അതിന് ഓപ്പോസിറ്റായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ സാധിക്കും എന്ന് എൻ്റെ മനസ്സിൽ മാനുഷികമായി തോന്നി. ഞാൻ പറഞ്ഞു, നല്ല നീ ഒരു കാര്യം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ആശീർവാദം കൊടുത്തു, അന്ന് വിട്ടയച്ചു.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ, ഈ ഒരു ചെറുപ്പക്കാരൻ പറയുമ്പം എല്ലാവരുടെ ഹൃദയങ്ങളിലും മാനസാന്തരം ഉണ്ടാകുക, എല്ലാവർക്കും ഭയങ്കര ടച്ചിങ് ആകുക. അപ്പോൾ എന്തായി, ഒരു സെക്ഷൻ്റെ തന്നെ ഒരു കോർഡിനേറ്ററായിട്ട്, ലീഡറായിട്ട് അദ്ദേഹത്തെ ദൈവം അങ്ങോട്ട് ഉയർത്തി. അദ്ദേഹത്തെ എനിക്ക് പിന്നെ എന്തെങ്കിലും യൂത്തിൻ്റെ ധ്യാനം വഴി, കുട്ടികളുടെ ധ്യാനം, യൂത്തിൻ്റെ ധ്യാനം വെച്ചാൽ ആ മനുഷ്യനെ വിടാനാണ് എനിക്ക് തോന്നുള്ളൂ, വേറെ ആരെയും വിടാൻ തോന്നിയല്ല. അത്രയ്ക്കും കൃപയുള്ള, അത്രയ്ക്കും മാനസാന്തരം കൊണ്ടുവരാൻ, അത്രയ്ക്കും സക്സസ്ഫുള്ളായി ധ്യാനം മൊത്തം ലീഡ് ചെയ്യാൻ കഴിവുള്ള, ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ദൈവം അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. അപ്പോൾ നോക്കി, നമ്മുടെ ചിന്ത എന്ത്, പിന്നെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്ത്? അതാണ് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കണ്ടല്ലോ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതാണ് അതിനുള്ള ഉത്തരം. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പം ഞാൻ മനസ്സിലാക്കാൻ, ഞാൻ ചോദിച്ചു, ആ ചെറുപ്പക്കാരൻ നീ എന്താ ചെയ്തേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവോട് പറയും. എനിക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞാൽ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒന്ന് സമ്മറൈസ് ചെയ്ത് പാക്ക് ചെയ്ത് കോമ്പാക്റ്റ് ആയിട്ട് പറയാൻ എനിക്ക് പറ്റണില്ല. ഞാൻ പറയുമ്പോൾ ക്ലംസി ഇങ്ങനെ ഒരുപാട് സാധനം പറഞ്ഞു കൂട്ടും. എനിക്ക് ക്ലിയറായിട്ട്, പ്രിസൈസായിട്ട്, ടു ദ പോയിൻ്റായിട്ട് പറയാനായിട്ട് കൃപ വേണം. എനിക്ക് സംസാരിക്കാൻ സ്ഫുടത തരണം. എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കഴിവ് വേണം. എനിക്കിതൊന്നുമില്ല. ഞാൻ ബലഹീനനാണ് കർത്താവേ. എനിക്ക് ഒരു കെട്ട് ബലഹീനതയും, എനിക്ക് വൈക്ലഭ്യവും, എനിക്ക് ലജ്ജയും, എനിക്ക് വാർത്തയ്ക്ക് പ്രത്യക്ഷപ്പെടേണ്ട, പുറകിൽ പോയിരുന്നാൽ മതി, സൈഡിൽ ഇരുന്നാൽ മതി, എങ്ങനെയൊക്കെയുള്ള ചിന്തയുമാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് വചനം പ്രസംഗിക്കണം, എനിക്ക് ആത്മാക്കളെ നേടണം. ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത്ര അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബലഹീനത മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എവരി ഡേ അദ്ദേഹം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പുത്തൻ മനുഷ്യനായി മാറി. അദ്ദേഹം ഒരു വലിയ ശുശ്രൂഷകനായി മാറി. എനിക്ക് മതിപ്പുള്ള, ഇന്നും ഞാൻ ഓർത്തിരിക്കണം, എത്രയോ 10-20 വർഷങ്ങൾ, 30-25 വർഷത്തിന് ആദ്യകാലത്തെ മെയിൻ ഒരു ശുശ്രൂഷകനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ജോലിയൊക്കെ കിട്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതാണ് ഇവിടെ പറയണത്, ബലഹീനതകൾ നമ്മുടെ പ്രാർത്ഥന വിഷയം ആക്കണം. ഫ്രാൻസിസ് സാലസ് പറയുന്നത് എങ്ങനെയാണ്? എല്ലാ ദിവസവും ഞാൻ എൻ്റെ ദുർബല ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കുമായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതത്തെ ഒരുപാട് ബലഹീനതകൾ ചൂഴ്ന്നു നിന്നിരുന്നു. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? എല്ലാ ദിവസവും ഞാൻ എൻ്റെ ബലഹീനതകളെ കൊണ്ടുവന്ന് എൻ്റെ ബലഹീനമായ ഹൃദയത്തെ കർത്താവിന് സമർപ്പിക്കുമായിരുന്നു. അദ്ദേഹം ഒരു മഹാവിശുദ്ധനായി രൂപാന്തരപ്പെട്ടു. അതീവ കോപിഷ്ഠനായ മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു മഹാവിശുദ്ധനായി ക്ഷമയുടെ വിശുദ്ധനായി അദ്ദേഹം മാറി. സിമ്പിൾ, വെരി സിമ്പിൾ. എല്ലാ ദിവസവും ദൈവത്തോട് പറയും, പരിശുദ്ധാത്മാവിനോട് പറയും, എനിക്ക് ക്ഷമയുടെ വിശുദ്ധനാകാൻ ആഗ്രഹം, വിശുദ്ധി കൊണ്ട് നിറയാൻ ആഗ്രഹം, ക്ഷമയുടെ നിറകുടമാകാൻ ആഗ്രഹം. പക്ഷേ ഞാൻ പൊട്ടിത്തെറിക്കുന്നവനാണ്, ഞാൻ ക്ഷിപ്രകോപിയാണ്, ഞാൻ ക്ഷണനേരം കൊണ്ട് ഞാൻ ഭയങ്കരമാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ മുഴുവനും കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ ഈ കാര്യം തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു കൊടുക്കുന്നത്. ഫൗസ്റ്റീന ഡയറി 1293. ഫൗസ്റ്റീന ഡയറി 1293 പശ്ചാത്തലം എങ്ങനെയാണ്? വിശുദ്ധ ഫൗസ്റ്റീന ഒരു ദിവസം ഈശോയോട്, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ആഗ്രഹം പുണ്യ പരിപൂർണതയാണ്. ഒരു കുറവുമില്ലാതെ ഈശോയെ സ്നേഹിക്കണം. അതുകൊണ്ട് അല്പ ഇംപെർഫെക്ഷനുള്ള ഒരു മേഖലയെക്കുറിച്ച് അന്നൊരു ദിവസം കുർബാന സ്വീകരണം കഴിഞ്ഞപ്പം ഈശോയോട് പറഞ്ഞു, ഇന്ന് ഇത് ശരിക്കും ചെയ്ത് അങ്ങയെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണം. എന്നാൽ അന്ന് ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ കുറേ വീഴ്ചകൾ വന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ മനസ്സിടിഞ്ഞു, തളർന്നു. ഭയങ്കരമായ ഒരു സ്പിരിച്വൽ നിരാശ, ഒരു ആത്മീയ നിരാശ വന്നു. ഇനി എന്ന് നേരെയാവും, ഇനി എങ്ങനെ ശരിയാവും, എന്ത് ചെയ്യും ഞാൻ, ഇത് മാറുന്നില്ലല്ലോ, ഇത് എത്ര കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഇന്ന് രാവിലെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് പുറപ്പെട്ടതല്ലേ ഉള്ളൂ, ഉച്ച പോലും ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അതിനെതിരായിട്ട് തന്നെ പലതും ചെയ്തല്ലോ. ഇങ്ങനെയൊക്കെ വിഷമിച്ചിരുന്നപ്പം ഇടയ്ക്ക് ജോലി നിർത്തി ചാപ്പലിലേക്ക് പോയി. അങ്ങനെ ചാപ്പലിൽ ചെന്ന് ഈശോയോട് പറഞ്ഞ് കരഞ്ഞു. ഈശോയുടെ സന്നിധിയിൽ കുമ്പിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഈ ബലഹീനതകളെല്ലാം പറയും, ഇതാണ് ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി, ഇതാണ് എൻ്റെ സ്വഭാവം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എല്ലാം ഒരു കൊച്ചു കുട്ടിയെ പോലെ ഈശോയോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറയുകയാണ്, ഈ ഒരു ചെറിയ അപൂർണത ഇന്ന് നിനക്കുണ്ടായിരുന്നില്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ അടുത്ത് വരില്ലായിരുന്നു. നീ വരുന്നത് കൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നീ ഒരുപാട് നേടുന്നു.
എന്നിട്ട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, ആ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇതറിയുക, തന്നെ എളിമപ്പെടുത്തി മാപ്പപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്ന സമയങ്ങളിൽ എല്ലാം നിൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ അടുത്ത് വരുന്ന സമയങ്ങളിലെല്ലാം നിൻ്റെ ആത്മാവിലേക്ക് വളരെ ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ ചൊരിയുന്നു. നിന്നെ തന്നെ എളിമപ്പെടുത്തി നീ എൻ്റെ അടുക്കൽ വന്നൊരു കാര്യം പറയുമ്പോൾ നിൻ്റെ ആത്മാവിലേക്ക് വളരെ ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ ചൊരിയുന്നു. നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നീ ഒരുപാട് നേടുന്നു. യു ലൂസ് നത്തിങ് ബട്ട് യു ഗെയിൻ മച്ച്. യു ലൂസ് നത്തിങ് ബട്ട് യു ഗെയിൻ മച്ച്. നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നീ ഒരുപാട് നേടുന്നു. എപ്പോൾ? ഈ ബലഹീനതയായിട്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുക, എന്നിട്ട് അങ്ങോട്ട് തുറന്ന് പറയുക, ഇതാണ് കർത്താവേ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്ന് പറയുക. ഇതാണ് ബലഹീനതയോട് കൂടെ ജീവിക്കുക എന്ന് ബലഹീനതയോട് കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ് ഈസ് ഹ്യൂമൻ, ഇറ്റ് ഈസ് നാച്ചുറൽ, ഇതൊന്നും പാപമല്ല എന്ന് പറഞ്ഞ് തന്നെ ന്യായീകരിക്കുന്നതല്ല ബലഹീനതയോട് കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ബലഹീനതയോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഈ ഹ്യൂമൻ ആണെങ്കിലും വീഴ്ചയാണെങ്കിലും വചനത്തിനെതിരായിട്ട് ദൈവസ്നേഹത്തിനെതിരായിട്ടുള്ളതാണെങ്കിൽ ദൈവമേ ഇത് പാപമാണ്, ഇത് സംഭവിച്ചു, ഇതെനിക്ക് പറ്റി എന്ന് തുറന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് അപ്പം തന്നെ ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോയോടെല്ലാം ഏറ്റു പറയുക, ഈശോയോടെല്ലാം തുറന്ന് പറയുക. ഈശോയുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ ഹൃദയത്തെ തുറന്ന് വെക്കുക. ഇതാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ ചെയ്യണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിങ്കലേക്ക് എന്താ പറഞ്ഞത്? ബലഹീനതകൾ, നമ്മുടെ ബലഹീനതകൾ അപ്പോഴപ്പോൾ തന്നെ പ്രാർത്ഥന വിഷയമാക്കണം. വൈകുന്നേരം ആകട്ടെ, ആത്മശോധന സമയം ആകട്ടെ എന്ന് വിചാരിക്കരുത്. ഒരു ബലഹീനത വീട് ഭാവമെന്ന് ഭയപ്പെട്ട് ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കരുത്. ഹവ്വ മറഞ്ഞതുപോലെ, ആദം മറഞ്ഞതുപോലെ മറഞ്ഞിരിക്കരുത്. ദാവീദിനെ അങ്ങനെ തന്നെ നീതീകരിച്ചിരിക്കരുത്. അത് സോൾവ് ചെയ്യാൻ ഞാൻ തന്നെ സോൾവ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. കൊന്ന പാവം തിന്നു തീർക്കാമെന്ന് വിചാരിക്കരുത്, അത് തെറ്റാണ്. കൊന്ന പാവം തിന്നു തീർക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ദൈവമേ ഇതാണ് എൻ്റെ സ്ഥിതി എന്ന് പറയണം. നനഞ്ഞുഞ്ഞ് കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിക്കരുത്. എവിടെയാണോ തിരിച്ചറിഞ്ഞത് അപ്പം സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് പറയും, ഇതാണ് ദൈവമേ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി, ഇതാണ് എൻ്റെ ബലഹീനത, ഇതാണ് ഞാൻ, അങ്ങ് കൃപ തന്നില്ലെങ്കിൽ ഞാൻ തീർത്തും നശിക്കും എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എളിമപ്പെട്ടിരുന്നാൽ മതി. ഒരുപാട് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് വരും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബലഹീനത ജീവിക്കാൻ രണ്ടാമത്തെ കാര്യം, ബലഹീനതകൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയമാക്കണം. ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമതല്ലേ ബലഹീനതകൾ പ്രാർത്ഥനാ വിഷയമാക്കണം എന്ന് പറഞ്ഞത്. ഈ രണ്ടാമത്തെ കാര്യം, ദൈവത്തെങ്കിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയായി കാണണം. ബലഹീനതകൾ ദൈവത്തെങ്കിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയായി കാണണം. എല്ലാ ബലഹീനതകളും നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും. അതുകൊണ്ട് അത് നമുക്ക് ഒരു വലിയ ശാപമായി കണക്കാക്കരുത്. എത്ര കൂടുതൽ ബലഹീനതയുണ്ടോ അത്രയും കൂടുതൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാ ബലഹീനതകളും നമ്മൾ മനസ്സ് വെച്ചാൽ അത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനും ദൈവത്തിൻ്റെ കൂടുതൽ മേഴ്സി, ദൈവത്തിൻ്റെ കൂടുതൽ കരുണ അനുഭവിക്കാനും ദൈവത്തിൻ്റെ കൂടുതൽ സ്നേഹം അനുഭവിക്കാനുമുള്ള ഓരോ വേദികളാണ്. എല്ലാ ബലഹീനതകളും ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയാക്കി മാറ്റാൻ പറ്റും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിക്ക് തൻ്റെ പാപാവസ്ഥയെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് എന്നാണ് ഒരു അവബോധം കിട്ടുന്നത്? ഒരു വ്യക്തിയുടെ പാപാവസ്ഥയെക്കുറിച്ചുള്ള ബലഹീനതയെക്കുറിച്ചുള്ള അറിവ് യഥാർത്ഥമായി ജെന്യുവനായി അയാൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ തൊട്ട് വിശുദ്ധ ജീവിതം ആരംഭിക്കുകയാണ്. ബലഹീനത ഇല്ലാത്ത ആൾ എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ബലഹീനത ഉണ്ടെങ്കിൽ അത് കൂടുതൽ വിശുദ്ധിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്താൻ ഒരു വേദിയാക്കി മാറ്റും. അതുകൊണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഈ ഒരു ഒബ്സർവേഷൻ നമുക്ക് സ്വീകരിക്കാൻ നല്ലതായിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം എന്താ അവിടെ നമ്മൾ വായിക്കുന്നത്? ഉൽപ്പത്തി 17:1. ഉൽപ്പത്തി 17:1 എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. എവരിബഡി ടുഗദർ, റീഡ് ടുഗദർ. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു,
സർവശക്തനായ ദൈവമാണ് ഞാൻ. എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർദ്ധിക്കുക. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. അത് എത്ര വയസ്സുള്ള ആളാണെന്ന് നിങ്ങൾ ചിന്തിച്ചു. 99 വയസ്സ്. വയസ്സായാൽ തന്നെ സ്വഭാവം നേരെയാവുമെന്ന് വിചാരിക്കരുത്. ചെറുപ്പത്തിലാണ് പ്രശ്നങ്ങളെല്ലാം. പ്രായമാകുമ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കേണ്ട. പ്രായമുള്ളവർക്കും പ്രശ്നങ്ങളുണ്ടാകാം. 99 വയസ്സായ അബ്രാഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് കർത്താവ് പറഞ്ഞു, വാക്ക് ബിഫോർ മീ ആൻഡ് ബി പെർഫെക്റ്റ്. എൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? സിമ്പിൾ. എന്തൊക്കെ ബലഹീനതയോ അതൊക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരിക. ഈശോ പറഞ്ഞില്ല, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എന്നിടം വാരുങ്ങൾ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ. കം ടു മീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ ബലഹീനതയെല്ലാം ചുമന്ന് നമ്മൾ ഓടി ചെല്ലണം, കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് പറയണം, കർത്താവേ, ഇതാണ് ഒറിജിനൽ ആള്. അതുകൊണ്ട് ഈ കുറവിലെല്ലാം എന്നെ നമ്മൾ അതിനോട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തരുത്, നമ്മളെ തന്നെ മോശമെന്ന് വിചാരിക്കരുത്, നമ്മളെ തന്നെ ഇത് മടുത്ത് എവിടെയെങ്കിലും മൂലയിൽ പോയി ഇരിക്കരുത്. വയ്യ, മടുത്തു, ഇനി ഇത് നേരെയാവും തോന്നണില്ലെന്ന് പറഞ്ഞ് ആത്മീയ നിരാശയിൽ ഇട്ടിട്ട് പോകരുത്. അപ്പോൾ തന്നെ ഇതെല്ലാം കൂടെ ഈശോയുടെ അടുത്ത് ഇങ്ങനെ, ഇതാണ് കർത്താവ്, ഇനി എനിക്കൊന്നും മറച്ചു വെക്കാനില്ല, ഇതാണ് എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി, ഇതാണ് എൻ്റെ നേച്ചർ, ഇതാണ് എൻ്റെ ടെൻഡൻസി, ഇതാണ് എൻ്റെ സ്വഭാവം. അങ്ങ് സർവശക്തനാണ്, അങ്ങേക്കെല്ലാം ശരി. ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയുന്നത്, ഗൗദാത്തെ എക്സുൾത്താത്തെ എന്ന എക്സോർട്ടേഷനിൽ 51ാമത്തെ പാരഗ്രാഫിൽ പറയണത് ഇങ്ങനെയാണ്. എന്താ പറയണത്? When God speaks to Abraham, he tells to him, I am God Almighty, walk before me and be blameless. In order to be blameless as he would have us, we need to live humbly in his presence, cloaked in his glory. ദൈവത്തിൻ്റെ മഹത്വത്താൽ ക്ലോക്ക് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം കൊണ്ട് നമ്മൾ പൊതിയുന്നത് പോലെ കർത്താവിൻ്റെ ഗ്ലോറിയുടെ വസ്ത്രം കൊണ്ട് പൊതിയപ്പെട്ടവനായി ഇരിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. പൂർവ്വപിതാവായ ജോസഫിനെ ഫറവോ ഇരുത്തിയതുപോലെയും ഉന്നത സ്ഥാനത്ത് വലിയ രാജകീയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അധികാര ചിഹ്നങ്ങൾ കൊടുത്ത് ഇരുത്തിയതുപോലെയും ധൂർത്തപുത്രനെ അപ്പൻ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചതുപോലെയും നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഗ്ലോറിയുടെ വസ്ത്രങ്ങൾ നമ്മളെ ക്ലോക്ക്ഡ് ഇൻ ഹിസ് ഗ്ലോറി, അവൻ്റെ മഹത്വത്തിൻ്റെ ഉള്ളിൽ അവിടെ നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ ബലഹീനതകളും കം ആൻഡ് ലീവ് ഇൻ ഹിസ് പ്രസൻസ്. അത് അവയെ ഓടി മറഞ്ഞതുപോലെ ഓടി മറയുന്നതിലല്ല നമ്മുടെ ജീവിത വിജയം ഇരിക്കുന്നത്. നമ്മുടെ ബലഹീനതകളോടെ ജീവിക്കുക എന്ന് പറഞ്ഞതിനർത്ഥം നമ്മുടെ ബലഹീനതകൾ കൊണ്ടുവന്ന് നമ്മളും ദൈവവും ബലഹീനതയും 3 പേരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതിലാണ് അതിൻ്റെ വിജയിക്കുന്നത്. 3 പേർക്കും ഒരു കൂടിയോട്ടമുണ്ട്. ചെത്തി പറഞ്ഞ് ഹാലേലുയ, 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 ഹാലേലുയ. അപ്പോൾ ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ ഫ്രാൻസിസ് പറയുകയാണ് 49ാമത്തെ പാരഗ്രാഫ്, ഗൗദാത്തെ എത്ത് എക്സുൾത്താത്തെ 49ാമത്തെ പാരഗ്രാഫ് പറഞ്ഞിങ്ങനെയാണ്, ഹ്യൂമൻ വീക്ക്നെസ്സസ് ആർ നോട്ട് ഹീൽഡ് കംപ്ലീറ്റ്ലി. മനുഷ്യൻ്റെ ബലഹീനതകൾ പരിപൂർണമായും സൗഖ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ മരണം വരെ അതുണ്ടായിരിക്കും. അപ്പോൾ അത് ബലഹീനത ഇല്ലാത്ത ഒരാളാണ് നല്ല സന്തോഷം ഒരാളെന്ന് വിചാരിക്കരുത്. ഈ ബലഹീനതയോട് കൂടെ ഈ ബലഹീനത എല്ലാം എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പ്രസൻസിൽ ബലഹീനതയോട് കൂടെ ഇതാണ് ഞാനെന്ന് പറഞ്ഞ് കർത്താവിനെ ആശ്രയിച്ച് കർത്താവിൻ്റെ ഗ്ലോറി, കർത്താവിൻ്റെ ചൈതന്യം കൊണ്ട് വലയം ചെയ്യപ്പെട്ടവനായി ഇരിക്കുന്നൊരു വ്യക്തി സമാധാനമുള്ളൊരു വ്യക്തിയായിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയ, ഹാലേലുയ. അതുകൊണ്ട് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിലേക്ക് അടുക്കാനുള്ളൊരു വഴിയായി ബലഹീനതകളെ കാണണം. ബലഹീനത സംഭവിച്ച് അപ്പം തന്നെ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്, തന്നെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, നേരെ ദൈവത്തിലേക്ക് ചെല്ലണം. യാക്കോബ് ശ്ലീഹ 1:5 എന്താ പറയണത്? കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. യാക്കോബ് ശ്ലീഹ 1:5 വായിച്ചു നോക്കിക്കേ. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ചോദിക്കട്ടെ. ജ്ഞാനം മാത്രമല്ല, എല്ലാ ബലഹീനതകളൊരു കുറവാണ്, എല്ലാ ബലഹീനതകളൊരു കുറവാണ്. കുറവുള്ളവൻ ചോദിക്കട്ടെ. ആരോട് ചോദിക്കട്ടെ? ദൈവത്തോട് ചോദിക്കട്ടെ. അവനത് ലഭിക്കും.
കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഇനി മൂന്നാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൂന്നാമതെന്താ? ബലഹീനതകൾ മനുഷ്യരോട് ഇടപെടാനുള്ള ഒരു അനുഭവ പാഠമാണ്. ബലഹീനതകൾ മനുഷ്യരോട് ഇടപെടാനുള്ള ഒരു അനുഭവ പാഠമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾക്ക് ഒരു ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനതയുള്ള ഒരാളെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് മനുഷ്യരോട് ഇടപെടാനുള്ള അനുഭവ പാഠമാണ് എന്ത്? ബലഹീനതകൾ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം, അതിൽ 14 തൊട്ട് 17 വരെ വാക്യങ്ങൾ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 14 തൊട്ട് 17 വരെ വാക്യങ്ങൾ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളൊരു കാര്യം പറഞ്ഞ് ഈശോയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും, എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാവാൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ കർത്താവിനെ സമീപിക്കാമെന്ന് പറയണത്. നമ്മൾ കടന്നു വന്ന ഏതവസ്ഥയും ഈശോ കടന്നു പോയിട്ടുണ്ട്, വിശുദ്ധന്മാർ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെന്ന് പറയുമ്പോഴേക്കും എന്തോ പുതിയ കാര്യമാണെന്ന് ഈശോയ്ക്ക് തോന്നില്ല. നമ്മൾ കടന്നു വന്ന എല്ലാ കാര്യങ്ങളും അബ്രാഹവും ഇസഹാക്കും യാക്കോബും പൂർവ്വപിതാവ് ജോസഫും ദാവീദും എല്ലാവരും കടന്നു പോയിട്ടുണ്ട്. ഈശോയും കടന്നു പോയിട്ടുണ്ട്. മരുഭൂമിയിലെ പരീക്ഷ തുടങ്ങിയാലെല്ലാം. വിശുദ്ധി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബലഹീനതകൾ എന്താണ്? ബലഹീനതകൾ നമുക്ക് മറ്റുള്ളവരോട് ഇടപെടാനുള്ള ഒരു അനുഭവ പാഠമാണ്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് എങ്ങനെയാണ്? ബലഹീനതയുടെ സമയത്ത് നമ്മൾ അപ്സെറ്റായി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ പോലും ഒരു വാക്ക് വരില്ല. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ. നമ്മൾ 77-ാം സങ്കീർത്തനം 1 തൊട്ട് 10, ആ പ്രായമുള്ള അപ്പച്ചനത് ആ വചനം അറിഞ്ഞെങ്കിൽ ഉറപ്പായിട്ട് ആ വചനം പ്രാർത്ഥിക്കും. ദൈവമേ എന്നേക്കും അതിനെ തള്ളിക്കളഞ്ഞു പോ, അങ്ങനെ ഒരിക്കലും ഉള്ളൊരു കരുണ കാണിക്കുകയല്ലേ. അങ്ങനത്തെ ഫീലിങ്സ്, അങ്ങനത്തെ ഉള്ള ഒരു അനുഭവത്തിലൂടെ നമ്മുടെ ആത്മാവ് കടന്നു പോകും. അപ്പോൾ നമ്മുടെ ബലഹീനതയിൽ ഒരക്ഷരം പോലും പ്രാർത്ഥന വരുന്നില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങളിലെ അധ്യായങ്ങൾ നമുക്ക് പരിചയമുള്ളത്. ആ സമയത്ത് ഉരുവിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുമ്പസാരിച്ചാൽ പോലും മാറാത്ത മേഖലകളുണ്ടാകാം. അതിലൊരു മേഖലയായിരിക്കാം നമ്മുടെ ചില ബലഹീനതകൾ. പാപങ്ങളൊക്കെ മാറിപ്പോകും, അശുദ്ധിയൊക്കെ മാറിപ്പോകും, അന്ധകാരങ്ങളൊക്കെ മാറിപ്പോകും, പിശാച് മാറിപ്പോകും. ബലഹീനതകൾ മാറിപ്പോകണമെന്ന് നിർബന്ധമില്ല. എന്നുവെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി, കർത്താവേ, ഈ രാത്രി എൻ്റെ ആത്മീയ നിരാശ എടുത്തു മാറ്റണം. എന്ത് കാര്യം വന്നാലും ഓടി വന്ന് ദൈവത്തോട് ചോദിക്കാൻ എനിക്ക് കൃപ കിട്ടട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ചെയ്തതുപോലെ എവരിയുടെ എൻ്റെ ബലഹീനതകൾ എല്ലാ ദിവസവും ഞാൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എൻ്റെ കുറവുകൾ, അപ്പോൾ എന്താ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുക. വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വരുമ്പോൾ നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നീ ഒരുപാട് നേടുന്നു. ഈ ഇംപെർഫെക്ഷൻസ് എൻ്റെ അടുത്ത് വരാൻ നിന്നെ നിർബന്ധിച്ചു. നീ അതുകൊണ്ട് കുറച്ചും കൂടെ കൃപയുള്ള വ്യക്തിയായി മാറി. ഈ ദൈവം ശ്രീകായിക്ക് വെളിപ്പെടുത്തി കൊടുക്കൂ, നിനക്ക് എൻ്റെ കൃപ മതി. കൈകൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ,
കർത്താവേ, ഈ സമയം അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഈ സമയം അങ്ങയുടെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. ലോകം മുഴുവനോടും ഞങ്ങൾ കരുണ കാണിക്കുന്നുണ്ട്, എന്നാൽ ഞങ്ങളോട് തന്നെ കരുണ കാണിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നു. ഞങ്ങളുടെ ബലഹീനത ഞങ്ങളിൽ തന്നെ ഞെരുങ്ങുകയാണ്. കർത്താവേ, ഇടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ ബലഹീനത ഓർത്ത് കരയുന്ന, ഇപ്പോൾ ബലഹീനത ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ കൃപ വർഷിക്കണമേ. അങ്ങയുടെ കൃപ ഞാനിതാ വിളിക്കുന്നു, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. രാത്രി ഇടപെടണമേ കർത്താവേ. കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.